ശ്രീരാമസ്വാമി ക്ഷേത്ര നവീകരണത്തിന് ശനിയാഴ്ച തുടക്കമാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയാണ് നവീകരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. മധ്യ കേരളത്തിലെ അതിപുരാതനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം. അരയാൽ ആര്യവേപ്പ് മംഗല്യം കൊണ്ട് പ്രസിദ്ധവും മധ്യ കേരളത്തിലെ അതിപുരാതനവുമായ തൃക്കളത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര ശ്രീകോവിൽ പുനരുദ്ധാരണം 25-ന് തുടങ്ങുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീകോവിലാണ് ഏത് ക്ഷേത്രത്തിൻ്റെയും പ്രധാനപ്പെട്ട ഗർഭഗൃഹം എന്നാണ് പറയുക. അത് ഏത് സങ്കല്പത്തിലാണോ അവിടെ ദേവനോ ദേവതയോ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അവരുടെ ഇരിപ്പിടത്തിന് പറയുന്നവരാണ് ഈ പറയുന്ന ശ്രീകോവിൽ. ആ ശ്രീകോവിൽ ആണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ആ ഒരു പ്രധാനപ്പെട്ട ആകർഷണമായ ഭാഗം ക്ഷേത്രത്തിൻ്റെ. ഞങ്ങളുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇപ്പോഴുള്ള ശ്രീകോവിലിന് ചെറിയ നിർമ്മാണത്തിൻ്റെ കുഴപ്പം കൊണ്ടാവാം അല്ലെങ്കിൽ കാഴപ്പഴക്കം കൊണ്ടാവാം അത് പൊളിച്ച് കളയേണ്ട ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ അത് പൊളിച്ച് കളഞ്ഞ് പുതിയതായിട്ട് പണിയാൻ പോവുകയാണ്. പക്ഷേ പഴയുന്നത് പഴയ സാംസ്കാരിക തനിമയും കേരളീയ വാസ്തുശില്പവും ഒക്കെ സമന്വയിപ്പിക്കുന്ന രീതിയിലുള്ള പുതിയ രീതിയിലേക്കുള്ള ഒരു തികച്ചും മരം ആണ് അതിൻ്റെ അടിസ്ഥാനമായി ഉപയോഗിക്കുന്ന വസ്തുത. എല്ലാവരും കണ്ടിട്ടുള്ള ക്ഷേത്രങ്ങളുടെ മാതൃക തന്നെ ആ ക്ഷേത്രത്തിൽ നമ്മൾ ആഞ്ഞിലിത്തടി ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ശ്രീകോവിലും പ്രത്യേകത സാധാരണ ചതുരത്തിലുള്ള ശ്രീകോവിലാണ് കൂടുതലുള്ളത്. പക്ഷേ ഇത് വട്ടത്തിലാണ്. അപ്പോൾ അതിന് ഏകദേശം ഒരു 3000 ക്യൂബിക് തന്നെ തടി ഉപയോഗിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനത്തിലാണ് പോകുന്നത്. ആ നിർമ്മാണം പൂർത്തിയായ ശേഷം അതിൻ്റെ മുകളിൽ ചെമ്പോല പൊതിഞ്ഞുകൊണ്ടുള്ള പൂർത്തീകരിച്ച ശേഷം താഴെക്കുള്ള പ്രതിഷ്ഠയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ നല്ലൊരു തുക ചിലവഴിക്കുന്നൊരു സംരംഭമാണ്. അപ്പോൾ സാധാരണഗതിയിൽ പുനരുദ്ധാരണ കർമ്മങ്ങൾക്ക് എല്ലാവരും ഉദ്ദേശിക്കുന്നൊരു ലക്ഷങ്ങളുടെ തുകയുടെ കണക്കുകളെ പറയാറുള്ളൂ. നമുക്ക് 3 കോടിയോളം രൂപ വരെ പ്രതീക്ഷിക്കുന്ന ഒരു വലിയൊരു പ്രക്രിയയാണ് നമ്മൾ വിവാദിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രക്രിയയ്ക്ക് ഇൻ ടേംസ് ഓഫ് മണി പറയുകയാണെങ്കിൽ അതിൻ്റെതായൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. രാവിലെ ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള ഉദ്ഘാടനം നിർവഹിക്കും. ക്ഷേത്ര സേവാ സമിതി പ്രസിഡന്റ് നീലകണ്ഠ വാര്യർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ക്ഷേത്രത്തിൽ നടക്കുന്ന വാൽമീകി രാമായണ നവാഹയജ്ഞ സമർപ്പണവും ശനിയാഴ്ച നടക്കും. കാഞ്ചീപുരം ചന്ദ്രശേഖരേന്ദ്ര സരസ്വതി വിശ്വമഹാവിദ്യാലയം മുൻ വൈസ് ചാൻസലർ വാരണക്കോട്ട് മഠം VS വിഷ്ണു പോറ്റിയുടെ സാന്നിധ്യത്തിൽ പുനർനിർമ്മാണ ധനസമാഹരണ കൂപ്പൺ വിതരണത്തിനും തുടക്കം കുറിക്കുമെന്ന് ക്ഷേത്ര സേവാ സമിതി ഭാരവാഹികൾ അറിയിച്ചു. അഗസ്ത്യ മഹർഷി പ്രതിഷ്ഠിച്ചതെന്നും തപസ്സനുഷ്ഠിച്ചതെന്നും വിശ്വസിക്കുന്ന ക്ഷേത്രത്തിന്റെ 48.5 കോൽ വിസ്തൃതിയുള്ള പട്ടശ്രീകോവിലാണ് നവീകരിക്കുന്നത്. മരത്തിൽ നിർമ്മിച്ച ചെമ്പോല പൊതിയുന്ന നിർമ്മാണം 3 വർഷം നീണ്ടു നിൽക്കും. 3 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. പെരുമ്പാവൂർ മൂവാറ്റുപുഴ MC റോഡിൽ മണ്ണൂർ കവലയിൽ നിന്നും 500 മീറ്റർ മാറിയാണ് ഹനുമത് പ്രതിഷ്ഠയോടുകൂടിയ ക്ഷേത്രമുള്ളത്. കാലപ്പഴക്കത്തിൽ ജീർണാവസ്ഥയിലായ ശ്രീകോവിൽ ദേവപ്രശ്ന വിധി പ്രകാരമാണ് നവീകരിക്കുന്നത്. പല്ലവ മാതൃകയിലുള്ള ശ്രീകോവിലിന്റെ അടിത്തറ മാറ്റാതെ തന്നെ കേരളീയ വാസ്തുശാസ്ത്രവും തച്ചുശാസ്ത്രവും അനുസരിച്ചാണ് പുനർനിർമ്മിക്കുന്നത്. പേഴപ്പറമ്പ് ചിത്രഭാനു നമ്പൂതിരിയുടേതാണ് രൂപരേഖ. 1988 ഋഗ്വേദ ലക്ഷാർച്ചന, 90 യജുർവേദ ലക്ഷാർച്ചന, 92 സാമവേദ ലക്ഷാർച്ചന, 2013 ത്രിവേദ ലക്ഷാർച്ചന, 2018 രാമായണ സത്രം എന്നിവ നടത്തിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രരക്ഷാധികാരി ശബരിമല മുൻ മേൽശാന്തി AR രാമൻ നമ്പൂതിരി, സേവാസമിതി പ്രസിഡന്റ് R നീലകണ്ഠ വാര്യർ, സെക്രട്ടറി N വാസുദേവൻ നായർ, ശ്രീകോവിൽ പുനരുദ്ധാരണ സമിതി ചെയർമാൻ P ഹരിദാസ്, ജനറൽ കൺവീനർ G ശ്രീകുമാർ, KN മനോജ് കുമാർ എന്നിവർ പങ്കെടുത്തു.